ഈ രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കയ്യിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് രാഹുൽ ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. നീ സഹായിക്കണ്ട. അനേകർ നിന്നെ സഹായിച്ചാൽ നീ തരത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. അത് പറയാനുള്ള അതോറിറ്റി എനിക്കുണ്ട്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യണ്ട. അതുകൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ വസ്തുവിന് ഉടമസ്ഥൻ ഞാനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. രേണുസുജി ഒരു രോഗിയാണ്. ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇനി ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന വീഡിയോ പുള്ളിക്കാരൻ ഇടുവാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എൻ്റെയും കൂടെ ഒരു തീരുമാനമല്ല. നിയമ നടപടികളുമായിട്ട് പോകും. കാരണം അവരൊരു ലേഡിയാണ്, ഒരു സുഖമില്ലാത്ത സ്ത്രീയാണ്. ഏതറ്റം വരെ നിയമ നടപടികളുമായിട്ട് പോകാം, അറ്റം വരെ ആ കുടുംബവുമായിട്ട് ചേർന്ന് നിന്ന് മാക്സിമം നിയമ നടപടികളായിട്ട് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും ബെറ്റർ. അവൻ്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. ഇവിടെ അവർക്കൊരു വീട് സ്ഥലവും എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? ഈ രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാ. ഞാൻ വിദേശത്തു നിന്ന് ഇവിടെ ജീവിക്കുന്ന ആളാ. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ രാഹുൽ ദാസിനെ പറ്റി ഞാൻ നല്ല അഭിപ്രായമാണല്ലോ, ഒന്നും അറിയാതെ. ഇപ്പോഴാണല്ലോ വിവരങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കണ്ട. നമുക്കറിയാം കാര്യങ്ങൾ. ആരും നല്ലതാകണം ശ്രമിക്കേണ്ട. എല്ലാവരും ഒരു വെടിക്കുള്ളത് കയ്യിലുള്ളവരാ. രാഹുൽ ദാസ് ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റുമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിൻ്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എൻ്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. ഞാനിവിടെ ജീവിക്കുന്ന ആളാ. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് രേണുസുതിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. കൊല്ലത്ത് അവിടെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കില്ല. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് സമാധാനത്തോടെ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിക്കാം. ആ പെൺകുട്ടി എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞത് പല കാര്യങ്ങളും അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. എങ്ങോട്ടിറങ്ങും? നിയമപരമായിട്ട്, ലീഗലി നീങ്ങും. അവന് 22-23 വയസ്സില്ലേ? സ്വന്തം കാര്യം നോക്കി സന്തോഷമായി ജീവിക്കട്ടെ. അത്രേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം. അങ്ങനെ തന്നെ കൊടുത്തോളൂ. അഹങ്കാരമായത് ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. കാരണം ഇവിടെ പല നാട്ടുകാർ അത് നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ചെയ്തോളുണ്ട്. വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ ഇപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങളിൽ കേസിൽ പെട്ടെന്നൊക്കെ ഉള്ളവരെ ഞാൻ പോലീസുകാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ എൻ്റെ ഈ പുരയിടത്തിനകത്ത് അതൊന്നും നടക്കത്തില്ല. ഇവിടെ നടക്കത്തില്ല. ഒന്നും ശരിയായ പ്രവണതയല്ല. എന്നെ ഇപ്പൊ ഈ വിഷയത്തിൽ എയറിൽ കയറ്റി വിട്ടാലും എനിക്ക് കുഴപ്പമില്ല. പറയുമ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, ഇവരെ ചവിട്ടി താഴോട്ട് കൊണ്ട്, അതൊക്കെ എന്തിന്റെ നീതിയാ? അതൊന്നും നീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കണമെങ്കിൽ സന്തോഷമായിട്ട് വന്ന് ജീവിക്കുക. അദ്ദേഹത്തിന്റെ വീട് അവിടെ ഉണ്ട്, ആരും പൊളിച്ചു കളഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അവിടെ ബെഡ്റൂം ഉണ്ട്, അതിനകത്ത് വന്ന് സന്തോഷമായിട്ട് താമസിക്കുക. പുള്ളിക്കാരന് ആ വയ്യാതിരിക്കുന്ന ആ സഹോദരിയെ, ആരോഗ്യമില്ലാതെ മരണവും ജീവന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സഹോദരിയെ, അവരെ ഇപ്പം ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ പിച്ച് ചീന്താനായിട്ട് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യം ഞാൻ ഈ നാട്ടുകാരെ കൊണ്ടും വീഡിയോ ഇടിപ്പിക്കും. പല കാര്യങ്ങൾ പറയാനുണ്ടാവും, പല കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ എന്തിനാ വെറുതെ വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ജീവിതം തുടങ്ങിയതേ ഉള്ളൂ. സുധി മരണപ്പെട്ടതിന് ശേഷം ജീവിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള വീഡിയോസ് ആയാലും പല രീതിയിലുള്ള ആക്ഷേപങ്ങളും കേട്ട് അത്രയ്ക്ക് എന്താ പറയാ, അതിന് കേൾക്കാവുന്നതിലും താങ്ങാവുന്നതിലും അപ്പുറം നെഗറ്റീവുകളും ഒക്കെ കേട്ട് ഈ രീതിയിലൊക്കെ ഒന്ന് ലെവലായിട്ട് വന്നതാണ്. അപ്പോഴേക്കും എന്തേ അസുഖം അതിനെ കാർന്നു തിന്നാൻ വന്നിരിക്കുന്നു. ശരിക്കും കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. ആ ഒരു അവസ്ഥ ആർക്കും വരുത്തല്ലേ, നമുക്ക് എത്ര ശത്രുക്കൾക്ക് പോലും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു അസുഖം ഈ ക്യാൻസർ എന്ന് പറയുന്നത്. ആർക്കും വരുത്തരുത്. അവരൊരു അമ്മയും മകനും തമ്മിലുള്ള കാര്യം അവരുടെ വീട്ടിൽ തീർക്കേണ്ട കാര്യങ്ങളാണ്. അത് പബ്ലിക്കിൽ കൊണ്ടിട്ട് അലക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കരുത്. നാട്ടുകാർ അത് കയറി അലക്കി വെളുപ്പിക്കും ശരിക്കും. ബിഷപ്പ് ഇതിപ്പോ കിച്ചുവിനും ഋതപ്പനും ബിഷപ്പാണ് ആ സ്ഥലം വീട് വെക്കാനായിട്ട് കൊടുത്തത്. അതുകൊണ്ടാണോ ഇത്രയും വിഷമത്തിൽ ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയല്ല.
ഞാനിപ്പോൾ അങ്ങനെ പറയാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും രോഗാതുരയായിട്ട് ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു സിസ്റ്റർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു നെയ്ബർ ആയിക്കൊള്ളട്ടെ, അവരിപ്പോൾ ആ ഒരു ഭീകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ചേർത്ത് നിർത്താനാണ് നാം ഓരോരുത്തർ ശ്രമിക്കേണ്ടത്. അവരുമായിട്ട് ചേർന്ന് നിൽക്കുക. പ്രത്യേകിച്ച് അവരുടെ ഭർത്താവിൽ കൂടെ അവർ ഭർത്താവ് അവർക്ക് വളർത്താനായിട്ട് കൊടുത്ത ഒരു വളർത്തു മകനാണല്ലോ. അങ്ങനെയാണല്ലോ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കണ്ടതും അവർ പറഞ്ഞുള്ള കേൾവി. അപ്പോൾ ആ സന്ദർഭത്തിൽ ഒരു മകൻ്റെ സ്ഥാനം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂടിയും ഇപ്പം ഈ ഒരു സന്ദർഭത്തിൽ ഒരിക്കലും ഈ രേണുസുതിയെ ഒരിക്കലും ഇത്രയും മോശമായി സൈബർ ബുള്ളിങ്ങിന് വേണ്ടി എറിഞ്ഞു കൊടുത്തത് എനിക്ക് വളരെ സങ്കടം തോന്നി ഇത് കേട്ടപ്പോൾ. ഈ സന്ദർഭത്തിലല്ല, അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണമായിരുന്നു, ഫോണിൽ വിളിച്ച് എന്ത് ചെയ്യണമായിരുന്നു, പരസ്പരം അവർക്ക് തമ്മിലുള്ളത് ഇതാക്കണം. അല്ലാതെ രാഹുൽ ദാസിനോ ഋതുൽ ദാസിനോ ജീവിക്കാനായിട്ട് ഒരു ചെറിയ പ്രോപ്പർട്ടി കൊടുത്തത് കൊണ്ട് മാത്രം ഞാൻ ഒന്നും അത് ചിന്തിച്ചിട്ടില്ല. അങ്ങനെയാണ് അനവധി പേർക്ക് കഴിയുന്നത്ര കൈത്താങ്ങൽ കൊടുക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തുകൊണ്ടിരിക്കും. ഈ രോഗം വന്ന ഒരു മനുഷ്യനും എന്താ പറയുക, രോഗം വന്ന് കള്ളം പറയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇത് എന്തിനാണ് ഇട്ടേക്കുന്നത്? ഇത് വെറുതെ ഇടത്തില്ലല്ലോ. ഇത് ഹാർട്ടിലോട്ടുള്ള പിക്ക് ലൈനാണ്. ഇത് വെറുതെ ഒരാൾക്ക് രോഗമില്ലാത്ത ഒരാൾക്ക് കുത്തിയിടത്തില്ല. ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, കുറേ വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഊർജ്ജസ്വലതയോടെ വന്ന് ഞാൻ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? അപ്പം ഞാൻ കീമോ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി, കീമോ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോവുകയും അതുപോലെ കിടപ്പായിരിക്കും. കിടന്നുകൊണ്ട് ആ സമയത്തെടുത്ത വീഡിയോ ആണത്. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി വന്നു. എപ്പോഴും എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഓക്കെ ആയല്ലേ പറ്റത്തുള്ളൂ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ വരുമാന മാർഗം ഇപ്പം ഒന്നുമില്ല. ഞാനിവിടെ കിടപ്പാണ്, ഈ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ ഈ രോഗത്തിൻ്റെ പരിമിതി വെച്ച് തൊട്ടടുത്ത് എവിടെയെങ്കിലുമൊക്കെ പഴയ പോലെ എനിക്ക് പ്രമോഷനോ ഇനോഗ്രേഷനോ ചെറിയ ഷൂട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയ പോലെ എൻ്റെ മാനേജറെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. എൻ്റെ പരിമിതിക്കനുസരിച്ച് ഞാനതെല്ലാം ചെയ്യും. സോ എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ ടെൻഷനാണ് ഓരോ ദിവസം. നിങ്ങൾക്കറിയാം, ക്യാൻസർ രോഗത്തിന് ഒരുപാട് മരുന്നും മെഡിസിൻസും ഒക്കെ ആവശ്യമാണ്. അതിനൊക്കെ ഒരുപാട് പൈസ ആവശ്യമാണ്. അപ്പം ഞാൻ പ്രോഗ്രാമൊന്നും ഇല്ലാതിരിക്കുകയാണ്. ചെറിയ പ്രോഗ്രാം ഇവിടെയുള്ള അടുത്തൊക്കെയുള്ള പ്രോഗ്രാംസൊക്കെ നിങ്ങൾ പഴയ പോലെ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ തരുവാണെങ്കിൽ എൻ്റെ പരിമിതിക്കനുസരിച്ച് ഞാൻ ചെയ്യാം. അതുപോലെ എനിക്ക് അടുത്ത കീമോ 10-ാം തീയതി. രേണുവിനെ കുറ്റം പറഞ്ഞവരും തള്ളിക്കളഞ്ഞവരും ഒക്കെ രേണുവിന് വേണ്ടിയിട്ട് ഇപ്പൊ പ്രാർത്ഥിക്കുകയാണ്. കാരണം ആ രേണുവിന്റെ ഒരു അവസ്ഥ ആ ഒരു രീതിയിലാണ്. അത് രേണുവിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ സങ്കടമാണ് വരുന്നത്. എങ്ങനെയെങ്കിലും ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കയറണമേ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. തീർച്ചയായിട്ടും ഈ രാഹുൽ ദാസോട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ സമയത്ത് അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്യേണ്ടത്, മറിച്ച് അവരെ സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയല്ലേ. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഈ രേണുസുതി ഇങ്ങനെ പ്രമോഷൻ ചെയ്തും കഷ്ടപ്പെട്ടും ഉണ്ടാക്കുന്ന പണത്തിന്റെ ഒരു മകൻ എന്നുള്ള രീതിയിൽ തന്നെ അവർ ആ കുട്ടിയെ സഹായിച്ചിട്ടുള്ളതാണ്, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. കാരണം ഈ രേണുസുതിക്ക് അവരുടെ മാതാവിനെ പിതാവിനെ നോക്കണം, പുള്ളിക്കാരത്തിയുടെ ഈ കുഞ്ഞു മോനെ നോക്കണം, രേണുസുതിയുടെ ജീവിതം കൊണ്ടുപോകണം. ഈ 4 പേരുടെ കാര്യങ്ങൾ രേണുസുതി തന്നെയാണ് ചുമതല വഹിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ലപോലെ അറിയാം. അപ്പൊ അവർ ജോലി ചെയ്യണം. അവർ എന്തൊക്കെയോ അവരുടെ കഷ്ടപ്പാടിന് ഇതായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ജോലി അവർ ചെയ്തു. ആ ജോലിയെ വിമർശിക്കാൻ ഞാൻ ആളല്ല ഒരിക്കലും. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ വളർത്തു മകൻ എന്ന രീതിയിൽ ആ മാതാവിനോട് കാണിച്ച ഏറ്റവും വലിയ ഒരു നന്ദികേട് എന്നുള്ളൊരു വാക്കാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നന്ദികേട്.